ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LPUP പരീക്ഷയ്ക്ക് നമ്മുടെ ഗേറ്റഡ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് സങ്കര ഇനം വിളകളെക്കുറിച്ചുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ECERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇത് കൂടാതെ മറ്റിനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിരുന്നാലും ECERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിളകളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാ പരീക്ഷകൾക്കും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് സുഖമായി ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടെയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തെങ്ങിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് അതിൽ വരുന്ന വിളകൾ ഏതൊക്കെയാണെന്നുള്ളത്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കിയെടുത്ത വിളയാണ്? ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച്. T/D എന്ന് കൊടുത്തിട്ടുണ്ട്. T എന്ന് വെച്ചാൽ ടോൾ, D എന്ന് വെച്ചാൽ ഡോർഫ്. നമുക്കറിയാമല്ലോ എന്തിനാണ് നമ്മൾ ഈ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല മികച്ച രീതിയിലുള്ള ആ ഒരു ഉൽപ്പന്നം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു വിത്തിനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ടോൾ ആൻഡ് ഡാർഫ് വരുന്നുണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച് ആണ് എന്തും ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. അടുത്ത ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ, D/T. നമുക്കറിയാം ചാവക്കാട് ഓറഞ്ച് ഓൾറെഡി എന്താണ്? ഡോർഫ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ. ആ ടോൾ എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇത് ടോൾ ആണെന്നുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്ന അതാണ് ചന്ദ്രശങ്കര. അടുത്ത ലക്ഷഗംഗ, പഠിക്കാൻ എളുപ്പമാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗാബോന്ധം, T/D. അപ്പം ഈ ഒരു 3 പേരുകൾ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, 3 തീർച്ചയായിട്ടും പഠിച്ചു വെക്കാം. എന്തിൻ്റെ സങ്കര ഇനമാണ്? തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കോളം വരച്ച് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാം. അടുത്തത് നെല്ലിൻ്റെ ഏതൊക്കെയാണ് സങ്കര ഇനങ്ങളെന്ന് നമുക്ക് നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ജയ. അപ്പം നമ്മൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു പോകും. പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ഈ പേരുകൾ ഇങ്ങനെ ചേർത്തും പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ജയ ചേർത്ത് പഠിക്കാം. അപ്പോൾ അത് വിട്ടു പോവാതിരിക്കും. അടുത്തത് പയർ വരുമ്പോഴത്തേക്ക് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, അർക്ക. അപ്പം ഈ ഓർഡറിൽ തന്നെ പറഞ്ഞ് പഠിച്ചു പോവുക. കുറേ ആകുമ്പോഴത്തേക്കും നമുക്കത് ബൈ ഹാർട്ടാവും. പിന്നെ നമുക്ക് പലതരത്തിലുള്ള കോഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നെല്ലെന്ന് പറയുമ്പോൾ വളരെ പവിത്രമാണ്, അന്നമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കോഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്നവർ അത്തരം കോഡുകൾ ഉപയോഗിക്കാം. പയർ വളരെ ലോലമാണ്, അങ്ങനെയൊക്കെയുള്ള കോഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യുന്നവർ അത് യൂസ് ചെയ്ത് പഠിക്കാം. അടുത്ത പച്ചമുളകം. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ജ്വാല, സഖി. അപ്പോൾ ഒരു ജ്വാലമയമാണല്ലേ, ജ്വാലമയം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? പച്ചമുളകിൻ്റെ വിളകളാണ്. അടുത്ത വെണ്ട. കിരൺ, അർക്ക, അരുണ, അനാമിക, സൽകീർത്തി. അപ്പോൾ നോക്കിക്കേ, അർക്ക, അരുണ, അനാമിക, സൽകീർത്തി 4 പെൺകുട്ടികളുടെ പേര്. കൂടുതൽ എന്താണ്? കിരൺ ഒരു ആൺകുട്ടിയുടെ പേര്. ഇവർ 5 പേരും കൂട്ടുകാരാണെന്ന് വെറുതെ ഓർത്ത് വെക്കാം. അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്ത വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. 4 എന്താണ്? വഴുതനയാണ് കേട്ടോ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇനി തക്കാളിയുടെ ഇനങ്ങൾ നോക്കാം. മുക്തി, അനക, അക്ഷയ, രശ്മി, നവീൻ. ഇതൊക്കെ എന്താണ്? തക്കാളിയുടെ ഇനങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്